കുറഞ്ഞ ഓട്ടാണ്, വിശ്വസിക്കാവോ? ഉറപ്പിക്കാം. 100 ഓട്ടം. നല്ല മെയിൻ്റെ. ഓക്കെ. ക്ലൈമർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മാനുവൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒരു 14-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. പിന്നെ ഓട്ടം 27 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഡാറ്റ്സിൻ്റെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഡാറ്റ്സിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരിക നിസാനിലാണ്. നിസാനിൽ തന്നെയാണ് ഡാറ്റ്സിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അവിടെ നല്ല ഇഷ്ടം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഒതുങ്ങിയ വണ്ടി നോക്കി നടക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. എത്രയാണ്? 2,75,000 രൂപയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു 2 മാസം മാറേണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ ടയർസൊക്കെ മാറിയതാ? പുതിയതാ. കോണ്ടിനെന്റൽ തന്നെയാണ് 4 ടയർ പുതിയതാണ് അല്ലേ? ഇതിൻ്റെയൊക്കെ ടയർ പുതിയ കിട്ടുമെന്ന് വെച്ചാൽ കുറച്ചൊരു ഭാഗ്യം തന്നെ. നമ്മൾ മാറാനായ കണ്ടീഷനിലാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ടയർ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ഓട്ടോ വെഞ്ചർ ദ കാർ ക്ലബ് കൊടുവള്ളി ഷോറൂമിലാണ്, കോഴിക്കോട് കൊടുവള്ളിയുള്ള ഷോറൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗോകുലാണ് നമ്മുടെ കൂടെ. ഗോകുലെ സ്വാഗതം. ഇവരുടെ പ്രൈസിങ് അത്യാവശ്യം നല്ല പ്രൈസിങ്ങിൽ തന്നെയാണ് ഇവർ വണ്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് 2 സ്പെഷ്യൽ വണ്ടികൾ, 2 ഡീസൽ കാറുകൾ അല്ലേ? അത് വെച്ചാൽ ലോ കിലോമീറ്റർ ആണ്. അത് നമ്മൾ പ്രൈസ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം കൂടുതലാണ് ആ 2 വണ്ടി. അത് കാണിക്കണ്ട നമ്മൾ, കാരണം കാണിക്കാന്ന് വിചാരിച്ചാൽ വേറൊന്നുമല്ല, ലോ കിലോമീറ്റർ, അത്രയും ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഡീസൽ തപ്പുന്ന ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടി കാണിക്കുകയാണ് ആ 2 വണ്ടികൾ. അതാ ആദ്യമേ പറഞ്ഞത് റേറ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ബാക്കി എല്ലാ വണ്ടികളും ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ ആണോ റേറ്റ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോലെ തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ബാക്കി വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇവർ തന്നെ അഷ്വർ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങളും ഏത് ഷോറൂം പോയി, ഇവിടെ നിന്നല്ല എവിടെ പോയി എടുക്കുകയാണെങ്കിലും നിങ്ങൾ അതുകൂടി ഒന്നുകൂടി ഉറപ്പ് വരുത്തുക. ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊള്ളും. 3 സ്ഥലങ്ങളിൽ ഇവർക്ക് ഷോറൂമുണ്ട്. കോഴിക്കോട് തന്നെ, ഇത് സൗത്ത് കൊടുവള്ളി, പിന്നെ ഒന്ന് പാവങ്ങാടുണ്ട് ഷോറൂം, അതേപോലെ തന്നെ ഒന്ന് വയനാട് ഷോറൂമുണ്ട്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ഉണ്ടല്ലോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ആദ്യ വാഹനം ഹ്യുണ്ടയുടെ വെർണയാണ്. KL 22 രജിസ്ട്രേഷൻ വരുന്ന ഒരു സെഡാൻ കാറ്റഗറി വണ്ടി. ഏതാ മോഡൽ? ഇത് 2017 മോഡൽ പെട്രോൾ വേരിയന്റ് വരുന്ന വണ്ടിയാണ്. SX ആണ് ഓപ്ഷൻ വരുന്നത്. SX 17 പെട്രോൾ, അതായത് ടോപ്പിന്റെ താഴേക്ക് തൊട്ട് താഴെ. SX ഓപ്ഷനല്ല, പിന്നെ വരുന്ന ഓപ്ഷനില്ല. ഇതിലേക്ക് അലോയ് വീല്, കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, ബട്ടർ സ്റ്റാർട്ട് ഉണ്ടാവില്ല. അത് SX ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ്. ഓക്കെ, 17 ശേഷമാണ് പിന്നെ വന്നതല്ലേ മാറിയുണ്ട്. ഓക്കെ, പെട്രോളാണ്. 1.6 മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു 10-13 വരെയൊക്കെ മൈലേജ് ഉണ്ടാവും. പക്ഷേ നല്ല പെർഫോമൻസ് സെഡാൻ കാറ്റഗറിയാണ്. ഓക്കെ, ക്ലെയിമർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ മേജർ ആയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല അല്ലേ? 17 മോഡൽ വണ്ടിയാണ്. SX സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. ഓട്ടം 52,000 കിലോമീറ്റർ. 52,000. വലിയ ഓട്ടോ പോയിട്ടില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ, പ്രൈസിങ് എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോൾ? പ്രൈസ് 4,95,000 നമ്മൾ ചോദിക്കുന്നത്. മാറ്റം ചെയ്ത് കൊടുക്കാം, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം. ഓക്കെ, 4,95,000 രൂപയ്ക്ക് 2017 52,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ SX വെർണ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ലൊരു അടിപൊളി സെഡാൻ കാറ്റഗറിയാണ് കിട്ടുന്നത്. ഓക്കെ, ലോൺ എത്ര കിട്ടും? ഒരു 4-4.5 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം കയറും അല്ലേ? ഓക്കെ, പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ്. അടുത്ത വണ്ടി, അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഇതേതാ മോഡൽ ബ്രോ? ഇത് 2019 മോഡല് VDI 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, 19 ഡീസൽ വണ്ടിയാണ്, മിഡിൽ ഓപ്ഷൻ. പക്ഷേ ഇതിൽ തന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ടയേഴ്സൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നല്ല ലുക്കിൽ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ അലോയ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. 19 മോഡലിൽ 62,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. മൈലേജ് ഉണ്ടാവും, നല്ലോണം കിട്ടും. 20ന്റെ മേലെ തന്നെ കിട്ടും. 20, 22, 23 ആ റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. ക്ലെയിമർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. സർവീസ് ഒക്കെ സർവീസ് കമ്പനി തന്നെ ചെയ്തു, പക്ക കമ്പനി സർവീസ് ആണ് അല്ലേ? ഓക്കെ, വേറെ ക്ലെയിമും കാര്യങ്ങളും ഒന്നുമില്ലാത്ത നല്ല മൈലേജ് ഉള്ളൊരു ഡീസൽ സ്വിഫ്റ്റ് ആണ്. VDI ആണെങ്കിൽ കൂടെ അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൈസ് എങ്ങനെയാണ്? 6,25,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. 6,25,000 ഫൈനലാണോ അതോ നെഗോഷ്യബിൾ? ഡീസലാണെങ്കിൽ മാറിപ്പോണ്ട. VXI അല്ല, VDI ആണ്. ഡീസൽ വണ്ടിയാണ്. അതും അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡീസൽ വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ വന്നെടുക്കാം. ലോൺ എത്ര കിട്ടും? ഒരു 5.25-6 വരെയൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും അല്ലേ? അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു SUV സെഗ്മെന്റ് ആണ്. ടാറ്റ ഹാരിയർ KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. ഇവിടെ തന്നെ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. അത് ഒരു ഡാർക്ക് എഡിഷൻ വണ്ടി. ഏതാ മോഡൽ? ഇത് 2021 മോഡല്, 69,000 കിലോമീറ്റർ മാത്രം ഡീസൽ വണ്ടിയാണ്. XT ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ മാനുവൽ. XT എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്. പുഷ്പട്ട അലോയ്സ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ടോപ്പിലേക്ക് പോകുമ്പോൾ സൺറൂഫ് ഉണ്ടാവില്ല. ഓക്കെ, 21 മോഡൽ സൺറൂഫ് വരാത്ത XT ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ
69,000 69,000 ഒരു വർഷം വെച്ച് നോർമൽ ഓട്ടം തന്നെ, ഡീസൽ വണ്ടിയല്ലേ. ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും അല്ലേ? ഈ 2026 ഒക്ടോബർ വരെ ഇപ്പോൾ കമ്പനി വാറണ്ടി ഉണ്ട് നിലവിൽ. ഒക്ടോബർ വരെ. ഇതിപ്പോൾ ആഗസ്റ്റ് ആവാനായി, നാളെ കഴിഞ്ഞ ആഗസ്റ്റായി, പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നോക്കിക്കോ. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂലായിരിക്കും അല്ലേ? കഴിഞ്ഞിട്ടുണ്ടോ? 5 വർഷമല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂല, എന്നാലും ഒരു 2 മാസം വാറണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ ടയേഴ്സൊക്കെ മാറിയതാ? പുതിയതാ. കോണ്ടിനെന്റൽ തന്നെയാണ് 4 ടയർ പുതിയതാണ് അല്ലേ? ഇതിൻ്റെയൊക്കെ ടയർ പുതിയ കിട്ടുമെന്ന് വെച്ചാൽ കുറച്ചൊരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ മാറാനായ കണ്ടീഷനിലാണെങ്കിൽ നല്ലൊരു എമൗണ്ട് അല്ലേ? അപ്പോൾ പ്രൈസ് എങ്ങനെയത്? 11,75,000 നമ്മൾ ചോദിക്കുന്നത്. 11,75 2021 XT ഓപ്ഷൻ വരുന്ന ഡീസൽ മാനുവൽ ഹാരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഒരു ഫുൾ സൈസ് SUV ആണ്. പിന്നെ ലോൺ ഒരു 10.5 വരെയൊക്കെ കിട്ടും. 10 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തത് i10 ഗ്രാൻഡ് ആണ്. KL12 വയനാട് രജിസ്ട്രേഷൻ വാഹനം. ഇതേ മോഡൽ ബ്രോ? 2018 മോഡൽ ഗ്രാൻഡ് മാഗ്ന പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. 18 മാഗ്ന, അതായത് സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ഓക്കെ, 82,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ നിലവിൽ ഓടിയത്. ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? 82,000 ഓടിയിട്ടുണ്ട്. ക്ലെയിം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിമോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. KL12 വയനാട് വണ്ടിയാണ്. അപ്പോൾ മൈലേജ് ഒരു 12-15 ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വണ്ടി. നമ്മൾ 4 ലക്ഷം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കണം. ഓക്കെ, 2018 മാഗ്ന. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ലോൺ ഒരു 3.5 വരെ കിട്ടും. 3.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തത് സ്വിഫ്റ്റ് ആണ്. പഴയ ഷിപ്പ് KL11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. ഇതേതാ മോഡൽ? ഇത് 2013 മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ ആണ് വരുന്നത്. 13 സ്വിഫ്റ്റ് പെട്രോൾ അല്ല? ഓക്കെ, VXI. ഓക്കെ, കിലോമീറ്റർ 23,000 കിലോമീറ്റർ. 22,000 കിലോമീറ്റർ. 22,000 ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? വെറും ലോ കിലോമീറ്റർ. അത് ഉറപ്പിച്ച് പറയാമോ? സെക്കൻഡ് ഓണറാണ്. ഞങ്ങളിപ്പോൾ ഇതിന് മുമ്പ് 10,000 ഞങ്ങൾ തന്നെ ഇവിടുന്ന് സെല് ചെയ്തതാണ്. അത് ശരി. അത് കൊടുത്തിട്ട് ഇപ്പോൾ എത്രയായി? അത് കൊടുത്തിട്ട് ഇപ്പോൾ 5 മാസം അത്രേ ആയിട്ടുള്ളൂ അല്ല? അപ്പോൾ ഫസ്റ്റ് ഓണർ ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഉറപ്പിക്കാം കിലോമീറ്റർ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ജസ്റ്റ് 5 മാസമേ സെക്കൻഡ് ഓണർ ഉപയോഗിച്ചിട്ടുള്ളൂ. 23,000 കിലോമീറ്റർ. അവർ 5 മാസം ഉപയോഗിച്ചുകൊണ്ട് വിറ്റത് വേറെ ടെക്നിക്കൽ സൈഡ് പ്രശ്നമൊന്നുമല്ലോ? വണ്ടികൾ മാറിയല്ലോ, ഒരു വേറെ വണ്ടിയിലേക്ക് മാറിയതാണ്. ഓക്കെ, അത് പലർക്കും ഡൗട്ട് ഉണ്ടാവും. 5 മാസം വണ്ടിയിലേക്ക് മാറിയത്. ഓക്കെ, അപ്പോൾ പെട്രോൾ ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. പിന്നെ പ്രൈസ് എങ്ങനെയത്? പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 3,75,000 ആണ്. ഓക്കെ, 22,000 കിലോമീറ്റർ ഓടിയ 2013 മോഡൽ VXI സ്വിഫ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം 3,75 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതൊക്കെയാണ് പ്രൈസ് മാറ്റം വരിക അല്ലേ? കിലോമീറ്റർ കുറവുള്ള. ഓക്കെ, ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ടോ? 13 ഒരു 2.5-3 വരെയൊക്കെ ലോണും കിട്ടും. 2.5 വരെയൊക്കെ എന്തായാലും ചെയ്യും. അടുത്തത് ന്യൂ ഷേപ്പ് i20 KL18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതേതാ മോഡൽ ബ്രോ? ഇത് 2021 മോഡൽ i20 സ്പോർട്സ് പെട്രോൾ ആണ് വരുന്നത്. 21 സ്പോർട്സ് പെട്രോൾ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. വീൽ കപ്പ്, അതായത് അലോയ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പ് വരുന്ന വാഹനമാണ്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? 46,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. 21 മോഡൽ 2021 മോഡൽ ഇറങ്ങിയ വർഷം അല്ലേ? i20 ഷേപ്പ് അന്ന് മാറി വന്ന വർഷമാണ്. പിന്നെ 6.25 നമ്മളിവിടെ വില ഇട്ടിരിക്കുന്നത്. 6,25,000. ഓട്ടം പറഞ്ഞോ? 46,000 കിലോമീറ്റർ. 46 സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല, മേജറായിട്ടുള്ള. ഓക്കെ, അപ്പം മൈലേജ് പെട്രോൾ മാനുവൽ ആണ്. മൈലേജ് ഒരു 11-14 ആ റേഞ്ച് വരെയൊക്കെ. i20 വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മൈലേജ് കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണ് 1 കിലോമീറ്റർ ഒക്കെ കൂടുതലായിരിക്കും. ഓക്കെ, i10 ഇതിൻ്റെ മുന്നത്തെ ഷേപ്പ് കുറച്ചും കൂടി ഹെവിയാന്ന് തോന്നുന്നു അല്ലേ വണ്ടി? ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിക്കോളുക. പിന്നെ ലോൺ എത്ര കിട്ടും? ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 85-95 വരെയൊക്കെ ചെയ്ത് കൊടുക്കാം. 95%. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മൈലേജിൻ്റെ രാജാവ്, എന്നാൽ നല്ല ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം ഉള്ളൊരു വാഹനമാണ്. ഹോണ്ടയുടെ അമേസ് ഡീസലാണ്. VX ഫുൾ ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം VX. ഫസ്റ്റ് ഷേപ്പ് ചെയ്ത് 15 മോഡൽ 13 മോഡലാണ്. സോറി. അപ്പോൾ ഓട്ടം 90,000 കിലോമീറ്റർ. 90,000 ഓടിയിട്ടുണ്ട്. അത് ജനുവിറ്റി പറയാൻ പറ്റുമോ? ജനുവിറ്റി പറയാം. ഓക്കെ, 90,000 ഓടിയ വണ്ടിയാണ്. 2013 മോഡൽ ഫുൾ ഓപ്ഷൻ അമേസ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, അലോയ്സ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു വാഹനമാണ്.
സിമ്പിൾ മെയിൻ്റനൻസിൽ കൊണ്ടു നടക്കാൻ പറ്റും. ഡീസലായാലും കറക്റ്റ് നമ്മൾ 10-10 സർവീസ് ചെയ്ത് പോയാൽ ഒരു പ്രശ്നം അങ്ങനെ കാര്യമായിട്ട് വരാറില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഹോണ്ടയുടെ ഒരു ടെക്നോളജിയാണ് പൊതുവെ കേൾക്കാറുണ്ട്. ഡീസൽ വണ്ടി ഹോണ്ട എമേസ് ആയിക്കോട്ടെ സിറ്റി ആയിക്കോട്ടെ, ഡീസൽ കാൽ ടാങ്കിൽ താഴ്ന്ന് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി പവർ എടുക്കൂല. 60 കിലോമീറ്ററിൻ്റെ സ്പീഡിൽ മേലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. കാൽ ടാങ്കിൽ താഴെയാണ് ഡീസലെങ്കിൽ അതിൻ്റെ മേലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലേ പവർ എടുക്കുള്ളൂ. 60ൻ്റെ മേലെയൊക്കെ കയറി പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു കംപ്ലൈൻ്റ് അല്ല. ചില ആൾ കംപ്ലൈൻ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെ ആക്കിയതാണ്. ഓക്കെ, ഡീസൽ കത്താതിരിക്കാൻ. അപ്പോൾ ക്ലെയിമോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഒരു നീറ്റ് ക്വാളിറ്റി വണ്ടി അല്ലേ? എത്രയാണ് ചോദ്യം? നമ്മൾ ചോദിക്കുന്നത് 3,40,000. 3,40,000. ഓക്കെ, 13 മോഡൽ ഡീസലാണ്. പ്രൈസ് കുറച്ച് കൊടുക്കാമല്ലോ? ഉറപ്പല്ലേ? ഓക്കെ, ലോണ് കിട്ടുമോ? 13 ഫിനാൻസ് ചെയ്യാം. 2 വർഷം ബാങ്ക് കിട്ടുമോ അതോ പ്രൈവറ്റ്? അതേ കിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ 2026 മുമ്പ് 16 മുമ്പുള്ള വാഹനങ്ങളാണെങ്കിൽ കുറച്ച് പ്രയാസമാണ് ലോൺ. 10 വർഷം അതിൻ്റെ മുന്നിലോട്ടുള്ള വാഹനങ്ങൾക്ക് അങ്ങനെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ചെറിയൊരു വണ്ടി ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് അൾട്ടോ K10 KL7 രജിസ്ട്രേഷൻ. K10 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ എന്താ വെച്ചാൽ ഒരു കാണാൻ അങ്ങനത്തെ ഒരു ലുക്കാണ് അല്ലേ? K10ൻ്റെ ന്യൂ ഷിപ്പ് ചെയ്ത് ഏതാ മോഡല്? 2017 മോഡൽ. 17 മോഡലാണ് അല്ലേ? ഓക്കെ, 2017 മോഡൽ 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട്. VXI ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് MT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. 1000 cc. വാഗണർ സെലാറിയോ ഒക്കെ പരിഗണിക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ്. ഒരു 14-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. 14 വേണ്ട, ഒരു 13-16 വരെയൊക്കെ ഓട്ടോമാറ്റിക് അല്ലേ പ്രതീക്ഷിക്കാം. ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതെത്ര ഓണർഷിപ്പ്? എത്ര? സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണറിൽ കിടക്കുന്ന വാഹനമാണ്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ശരി ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് അടുത്ത വർഷം 5-ാം സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ടയേഴ്സും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ഒതുങ്ങിയ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പ്രൈസ് എങ്ങനെയാണ്? 3,65,000 നമ്മളോട് ചോദിക്കുന്നത്. 3,65,000 2017 VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ എന്തായാലും അല്ലേ? ഓക്കെ, 3 ലക്ഷം വരെയൊക്കെ ലോണും കിട്ടും. അവർ 3 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത ടാറ്റ ടിയാഗോ KL56 കൊയിലാണ്ടി രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ലയാണ്. ഇത് ഫുൾ ഓപ്ഷൻ ഏതാ മോഡല്? ഇത് 2022 മോഡലാണ്. 22 മോഡൽ X8 പ്ലസ് അല്ലേ? മാനുവൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒരു 14-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. പിന്നെ ഓട്ടം 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണറിൽ 25,000 മാത്രം ഓടിയ 22 മോഡൽ ഫുൾ ഓപ്ഷൻ മാനുവൽ ടിയാഗോ. ക്ലെയിമോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. നല്ല കുത്തിയുറപ്പുള്ളൊരു വണ്ടിയാണ്. എത്രയാ ചോദ്യം? എത്രയാണ്? 5,17,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ്. 5,17,000 ഫൈനൽ റേറ്റ് ആണ്. വേറെ നെഗോസിയേഷൻ ഇല്ലല്ലോ? ഓക്കെ, ഫൈനൽ. ഓക്കെ, ലോൺ ഒരു 4-4.25 വരെ കിട്ടും. 4.25 വരെ ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അടുത്ത ഡീസൽ വണ്ടി, ലോ കിലോമീറ്റർ വണ്ടി. അതായത് നേരത്തെ ഒരു സ്വിഫ്റ്റ് കണ്ടില്ല നമ്മൾ ഇപ്പം ഇറങ്ങുന്നതിന് തൊട്ട് മുന്നുള്ള, അത് ആ ഒരു വർഷം സംബന്ധിച്ച് ഒരു ലോ കിലോമീറ്റർ ഉണ്ട് 19 മോഡലിൽ. ഇത് അതിനേക്കാൾ മോഡൽ കുറവാണ്, പക്ഷേ അതിനേക്കാൾ ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ i20 ആണ്. നല്ല മൈലേജ് ഉണ്ടാവും. 18-19-20 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വണ്ടി. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചപ്പോൾ 2 വണ്ടിക്ക് നല്ല കൂടുതലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലൊന്ന് ഇത് മാർക്കറ്റ് റേറ്റിനേക്കാളും ഒരുപാട് കൂടുതലാണെന്നുള്ള നമുക്കറിയാം. ആ റേറ്റിന് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. കാരണം വേറെ നല്ല 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 30,000. മോഡലും കൂടി പറഞ്ഞു. 2016 മോഡൽ 17 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 30,000 മാത്രം ഓടിയേക്കുന്നത്. അപ്പോൾ ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ കാണുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവുക, ഡീസൽ വണ്ടി ഇത്രയും ലോ കിലോമീറ്റർ ഓടിയാൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ടെക്നിക്കലി? സംഭവം എന്ന് വെച്ചാൽ ഡീസൽ വണ്ടി ഓടണം, തീരെ ഓടാണ്ടിട്ടാലേ പ്രശ്നം വരുള്ളൂ. ഒരു വർഷം നമ്മൾ ഡെയിലി ഒരു മിനിമം ഓട്ടോ ഒക്കെ പോകുകയാണെങ്കിൽ ഒരു സീനും ഉണ്ടാവില്ല അല്ലേ? കറക്റ്റ് സർവീസും ചെയ്ത് പോയതാണെങ്കിൽ. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്ത് തന്നെയാലും ഇവർ ഓൾറെഡി ചെക്ക് ചെയ്തെടുത്താണ്. മെക്കാനിക്കൽ എന്താ പ്രശ്നങ്ങളുണ്ടോ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പിടുത്തോ കാര്യങ്ങളൊന്നുമില്ല. കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു ഡബിൾ ഇൻഷുർ എടുക്കുന്നത് നല്ലതല്ലേ അല്ലേ? നമുക്കൊന്ന് ഇൻഷുർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ക്ലെയിം റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഇന്റീരിയർ കാണിക്കില്ല, കാരണം എന്ന് വെച്ചാൽ എത്തിയിട്ട് പോളിഷിങ്ങിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാണ്. ഓക്കെ, പ്രൈസ് എങ്ങനെയാണ്?
5,55,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 5,55,000 16 മോഡൽ 17 രജിസ്ട്രേഷൻ ഡീസലും ഏതാ മാഗ്ന മാഗ്ന മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇറക്കുള്ള ഫീച്ചേഴ്സ് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി ലോ കിലോമീറ്റർ തപ്പുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഹനം ഡാറ്റ്സൺ റെഡിഗോ KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ തന്നെ ഇവിടുത്തെ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇത് മോഡൽ ഇത് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ ടി ആണ് ഓപ്ഷൻ വരുന്നത്. 2 ഡോർ പവർ വിൻഡോ അതന്നെ വരുന്നുള്ളൂ. ഇതിൽ ബാക്കി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, എല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ ഒക്കെ ഉണ്ടാവും. ഓക്കെ 22 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. കിലോമീറ്റർ എത്രയായി? 37,000 കിലോമീറ്റർ. 1000 cc 1000 cc 37,000 കിലോമീറ്റർ. നോർമൽ ഓട്ടോ പെട്രോൾ വണ്ടി. പിന്നെ 1000 cc ആണ്. മൈലേജ് 14, 17, 18 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ വരുന്ന വണ്ടിയാണ്. ഇത് ക്ലെയിമർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ഡാറ്റ്സിൻ്റെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഡാറ്റ്സിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരിക നിസാനിലാണ്. നിസാനിൽ തന്നെയാണ് ഡാറ്റ്സിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അവിടെ നിന്ന് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഒതുങ്ങിയ വണ്ടി നോക്കി നടക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. എത്രയാണ് പ്രൈസ്? 2,75,000 രൂപയാണ് നമ്മളോട് ചോദിക്കുന്നത്. 2.25 ലക്ഷം അല്ലേ? ഓക്കെ. 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നോർമൽ ഓട്ടം പോയ വണ്ടി. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഫുൾ ലോണും കയറുമോ? ലോണും ഈ പറഞ്ഞ 2.5 റേഞ്ചിലൊക്കെ ലോണും കയറാൻ സാധ്യതയുണ്ട്. 2.25 വരെയൊക്കെ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഫോർഡിൻ്റെ ആസ്പയർ ആണ്. KL12 വയനാട് രജിസ്ട്രേഷൻ വാഹനം. വയനാട് ഷോറൂം ഉള്ളതുകൊണ്ടാണ് വയനാട് വണ്ടി എങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2016 മോഡൽ പെട്രോൾ വേരിയന്റ് ആയിരുന്നു. പെട്രോൾ ഏത് ഓപ്ഷൻ? ട്രെൻഡാണ്. 2 ഡോർ പവർ വിൻഡോ അല്ലേ? AC പോസ്റ്ററിംഗ്. ഓക്കെ. പിന്നെ കിലോമീറ്റർ 42,000 കിലോമീറ്റർ കൂടി പെട്രോൾ കുറഞ്ഞ ഓട്ടമാണ്. വിശ്വസിക്കാവോ? ഉറപ്പിക്കാം. 100 ഓട്ടം നല്ല മെയിൻ ഉണ്ടാവേ. ഓക്കെ. ക്ലെയിമർ റീപ്ലേസ്മെന്റ് അതുകൊണ്ട് ഒന്നുമില്ല. അപ്പോൾ ആസ്പയർ ആണ്. 2016 പെട്രോൾ. മൈലേജ് ഒരു 11-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. പിന്നെ ഫോർഡ് പെട്രോൾ ആയതുകൊണ്ട് വലിയ മെയിൻ്റനൻസ് ആയിട്ട് ഉണ്ടാവില്ല. മെയിൻ്റനൻസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ സർവീസ് സെൻറ്റർ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് കൊണ്ട് ഹിസ്റ്ററി എടുക്കാൻ ചെക്ക് ചെയ്യാൻ എല്ലാത്തിനും പറ്റും അല്ലേ? എത്ര പ്രൈസ് എങ്ങനെയാണ്? നമുക്ക് 2,90,000 രൂപയ്ക്ക് കൊടുക്കാം. 2.95-ന് 16 ഒരു സെഡാൻ കാറ്റഗറി വാഹനം ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ലോണ് 2.25 കിട്ടില്ല. 2.5-2.5 ലോൺ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ളൊരു പണി ഉണ്ടാവില്ല. സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ പെട്രോൾ വണ്ടിയാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹ്യുണ്ടായി വെന്യൂ ആണ്. KL55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതേതാ മോഡൽ ബ്രോ? 2020 മോഡൽ പെട്രോൾ വേരിയന്റ് വരുന്ന വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത്. എസ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ 20 മോഡൽ. 1 ലിറ്റർ ടർബോ. കിലോമീറ്റർ എത്രയും? 50,000 കിലോമീറ്റർ. 50,000. 20 നോർമൽ ഓട്ടം തന്നെ. വേറെ ക്ലെയിമർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഏതാ സെക്കൻഡ് ഓണറാ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വെന്യൂ ആണ്. 20 മോഡൽ. എസ് ഓപ്ഷൻ. പെട്രോൾ മാനുവൽ 1 ലിറ്റർ ടർബോ എഞ്ചിൻ. ഒരു 12-15 ആവറേജ് മൈലേജ് ഉണ്ടാവും സാധാരണ വണ്ടിക്കൊക്കെ കിട്ടുമ്പോൾ തന്നെ. പിന്നെ പ്രൈസ് എങ്ങനെയാണ്? 6,40,000 രൂപ. 20 മോഡൽ അല്ലേ? 6,40,000 ഒരു വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 6 ലക്ഷം വരെയൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഹ്യുണ്ടായി i10 നിയോസ് ആണ്. ഗ്രാൻഡ് നിയോസ്. ഇതേതാ മോഡല്? ഇത് 2020 മോഡൽ 40,000 കിലോമീറ്റർ കൂടി വേണ്ടിയാണ്. ഓക്കെ. വലിയ ഓടം പോയിട്ടില്ല. 20 മോഡൽ അല്ല? നിലവിലിപ്പം സെക്കൻഡ് ഓണർ ആണുള്ളത്. ഓക്കെ. ഓപ്ഷൻ ഏതാ? ഫുള്ളാ? ഇത് സ്പോർട്സ് ഓപ്ഷനാണ്. ഫുള്ളിന്റെ തൊട്ട് താഴെ സ്പോർട്സ് അല്ല? അലോയ്സ് ഉണ്ടാവും. സ്റ്റീരിയോ വരും. ഡിഫോഗർ. പിന്നെ മിറർ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. പിന്നെ 40,000 രൂപ 2020 വണ്ടിയാണ്. മൈലേജ് ഗ്രാൻഡിനേക്കാൾ 1 കിലോമീറ്റർ അധികം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഗ്രാൻഡ് കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതൊരു 12-16 ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും അല്ലേ ഏകദേശം? പ്രൈസ് എങ്ങനെയാണ്? 4,90,000. മാനുവലല്ലേ? 4,95-ന് 2020 സ്പോർട്സ് ഓപ്ഷൻ അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നല്ല ടയേഴ്സും ഉണ്ട് ഫ്രണ്ടിൽ. പുറകിൽ ആവറേജ് ആണ്. ഓക്കെ. ലോൺ ഒരു 4,500 കയറും. 4,500 ലോൺ കിട്ടും. ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ. എല്ലാ വീഡിയോസും ഞാൻ പറയുന്നതാണ്. പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി വീണ്ടും പറയാണ്. ലോണ് വാഹനങ്ങളുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ബാങ്ക് വാഹനത്തിന് കൊടുക്കും. ബാക്കി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ട്രാക്ക് കൂടെ ഓക്കെ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുന്നു. ഓട്ടോ മേജർ കൊടുവള്ളിയിലേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. ആരൊക്കെ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ വയനാടുകാർക്കും എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.